അപ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ്: അർദ്ധഗോളാകൃതിയിലുള്ള ഒരു പാത്രത്തിൽ 3 ലിറ്റർ വെള്ളം കൊള്ളും. അതിന്റെ ഇരട്ടി ആരമുള്ള പാത്രത്തിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും? അപ്പൊ എന്തുണ്ട്? അർദ്ധഗോളാകൃതിയിലുള്ള ഒരു പാത്രം ഉണ്ട്. അതിന് ഒരു ആരം ഉണ്ടാവും. അത് R ആണെന്ന് വിചാരിക്കും. അപ്പൊ അതിനകത്ത് എത്ര വെള്ളം കൊള്ളുമെന്ന് ചോദിച്ചാൽ എന്താണ്? അതിന്റെ വ്യാപ്തമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? 2/3 പൈ ആർ ക്യൂബ്. അപ്പൊ ഇതിനകത്ത് എത്ര കൊള്ളുമെന്ന് പറഞ്ഞിട്ടുണ്ട്? 3 ലിറ്റർ വെള്ളം കൊള്ളുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 2/3 പൈ ആർ ക്യൂബ് ഈക്വൽ ടു 3. ഇനി പറഞ്ഞു അതിന്റെ ഇരട്ടി ആരമുള്ള പാത്രത്തിൽ. അപ്പോ ഇവിടെ ആർ ക്യൂബ് ആണെങ്കിൽ അടുത്ത പാത്രത്തിൽ 6 ഇരട്ടിയാവും. ആറിന് പകരം 2R വരും. ആർ ക്യൂബിന് പകരം 2R ക്യൂബ് വരും. 2R ക്യൂബ് എന്ന് പറയുമ്പോൾ 2ന്റെ ക്യൂബ് 8, 6ന്റെ ക്യൂബ് R ക്യൂബ്. അപ്പൊ നേരത്തെ R ക്യൂബ് ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പൊ എന്ത് വരും? 8R ക്യൂബ് വരും. അപ്പൊ അത് നമുക്ക് ഒന്നുകൂടി എഴുതാം. അപ്പൊ അടുത്ത രണ്ടാമത്തെ വോളിയം V2 ഈക്വൽ ടു 2/3 ഇൻറ്റു പൈ. അവിടെ അത്രയും വരെ ഓക്കെയാണ്. ആർ ക്യൂബിന് പകരം 8R ക്യൂബ് വരും. ഇനി 8നെ മാത്രം ആദ്യം എഴുതാം. 8 ഇൻറ്റു 2/3 പൈ ആർ ക്യൂബ്. ഈ 2/3 പൈ ആർ ക്യൂബ് എത്രയാണെന്ന് നമുക്കറിയാം? 3 ആണെന്ന് നമുക്ക് അറിയാം. അപ്പൊ 8 ഇൻറ്റു 3 ഈക്വൽ ടു 24 ലിറ്റർ വെള്ളം കൊള്ളും. എങ്ങനെ? 6 ഉള്ളതിന് 3 ലിറ്റർ ആണെങ്കിൽ ഇരട്ടി ആരമാവുന്ന സമയത്ത്, അതായത് 6ന് പകരം 2R ആവുന്ന സമയത്ത് വോളിയം 3ൽ നിന്ന് എത്രയിലേക്ക് മാറും? 8 ഇരട്ടിയിലേക്ക് മാറും. ഓക്കെ, 24 ലിറ്ററിലേക്ക് മാറും. എത്ര ലിറ്റർ വെള്ളം കൊള്ളും? 24 ലിറ്റർ വെള്ളം കൊള്ളും. അതാണ് ഉത്തരം.